ഹലോ ഗൈസ്, എല്ലാവർക്കും ARJ വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വളരെ വിചിത്രമായിട്ടുള്ള ഒരു ന്യൂസ് കണ്ടു ഗൈസ്. ഒരു സംഭവത്തെക്കുറിച്ചിട്ടുള്ള ഒരു ന്യൂസ് കണ്ടു. ആ ഒരു ന്യൂസ് നമുക്കൊന്ന് കണ്ടു നോക്കാം. അത് ഭയങ്കരമായിട്ടുള്ളൊരു വിചിത്രമായിട്ടുള്ളൊരു കാര്യമായിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തു. നമുക്ക് ആ ഒരു ന്യൂസ് ഒന്ന് കണ്ടു നോക്കാം ആദ്യം. CBFC സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷനിൽ നിന്ന് രേഖാമൂലം അവർക്ക് ഇതുവരെ ഒരു അറിയിപ്പും കിട്ടിയിട്ടില്ല. ഷോക്കോസ് നോട്ടീസ് കിട്ടിയിട്ടില്ല. ഷോക്കോസ് നോട്ടീസ് നാളെ കിട്ടുമെന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ വെർബലി അവരോട് വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, ടൈറ്റിലിൽ നിന്ന് മാത്രമല്ല ആ കഥാപാത്രത്തിൻ്റെ പേരും ജാനകി എന്ന പേര് ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു അതിക്രമത്തിന് ഇരയാകുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ നടത്തുന്ന നിയമ പോരാട്ടമാണ് ആ സിനിമയുടെ ഇതിവൃത്തം. അപ്പോൾ അത്തരത്തിലുള്ള ഒരു അതിക്രമത്തിന് ഇരയാകുന്ന പെൺകുട്ടിക്ക് സീതാദേവിയുടെ പേര് ഇടാൻ പാടില്ല എന്നാണ് പറയുന്നത്. വളരെ വിചിത്രമായിട്ടുള്ള ഒരു കാര്യമാണിതെന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ നമ്മൾ ഈ കണ്ട ന്യൂസിൽ സംസാരിച്ചിരിക്കുന്നത് ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണനാണ്. ഇദ്ദേഹം സംസാരിച്ചിരിക്കുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന ഇറങ്ങാനായിട്ട് പോകുന്ന സുരേഷ് ഗോപി നായകനായിട്ട് വരുന്ന, അനുപമ പരമേശ്വരൻ നായികയായിട്ട് വരുന്ന ഒരു സിനിമയുടെ റിലീസുമായി ബന്ധപ്പെട്ട് ഉണ്ടായ ഒരു പ്രശ്നത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു പേര് ഞാൻ ആദ്യമേ കേട്ടപ്പോൾ തന്നെ ഈ ഒരു പേരിനെ ചൊല്ലി ഒരു വിവാദം ഉണ്ടാകുമെന്ന് എനിക്ക് ആദ്യമേ തോന്നി. പക്ഷേ ആ വിവാദം വന്ന വഴി ഞാൻ ചിന്തിച്ചത് വേറെയാണെങ്കിൽ ഇത് വന്ന വഴി ഇവിടെ നിന്നായി പോയി. കാരണം സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് കൊടുത്തിരിക്കുന്നതാണ് വിവാദമാകാനായിട്ട് പോകുന്നത് എന്നുള്ളതാണ് ഞാൻ ആദ്യമേ കരുതിയത്. ഓക്കെ, ഇപ്പം ബി ഉണ്ണികൃഷ്ണൻ പറഞ്ഞതനുസരിച്ച് ഈ ഒരു സിനിമയിലെ നായികയായിട്ടുള്ള ആ ഒരു പെൺകുട്ടിക്കെതിരെ ഒരു അതിക്രമം നടക്കുന്നു. ആ പെൺകുട്ടി സ്റ്റേറ്റിനെതിരെ ചെയ്യുന്ന ഒരു പ്രതിഷേധം, അതാണ് സിനിമയുടെ ഒരു ഇതിവൃത്തമായിട്ട് വരുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പം ശരിക്കും സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് വയ്ക്കുന്നതിന് എതിരെയാണ് ശരിക്കും ഇത്തരത്തിൽ ഒരു എന്ത് പറഞ്ഞ പ്രതിഷേധമോ അല്ലെങ്കിൽ അതിന് എതിരായിട്ട് കുറേ കമൻസ് ഒക്കെ വരേണ്ടതാണ് ആ ഒരു കാര്യത്തിലാണ്. പക്ഷേ അത്തരത്തിലൊരു കാര്യത്തെക്കുറിച്ച് ആരും ഒരു തരത്തിലും മൈൻഡ് ചെയ്തിട്ടേ ഇല്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ ടീസർ വന്നപ്പോഴും എല്ലാം പോസിറ്റീവായിട്ടുള്ള കമൻസ് ആണ് കാണാനായിട്ട് സാധിച്ചിട്ടുള്ളത്. എസ്പെഷ്യലി സുരേഷ് ഗോപി എന്ന ആക്ടർ വർഷങ്ങൾക്ക് ശേഷം, എനിക്ക് തോന്നുന്നു ചിന്താമണി കൊലക്കേസ് എന്ന സിനിമയിൽ ലാൽകൃഷ്ണ എന്ന അഡ്വക്കേറ്റ് ക്യാരക്ടർ ചെയ്തതിന് ശേഷം അദ്ദേഹം ചെയ്യാൻ പോകുന്ന അഡ്വക്കേറ്റ് ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിലേത്. ആ ഒരു ഹൈപ്പ് പേഴ്സണലി എനിക്കും ഉണ്ട് കേട്ടോ. ആ ഒരു ക്യാരക്ടറിൻ്റെ ആ ഒരു പെർഫോമൻസ് അദ്ദേഹത്തിലൂടെ വർഷങ്ങൾക്ക് ശേഷം കാണാനായിട്ട് കട്ട വെയിറ്റിംഗ് ആണ്. കാരണം അഡ്വക്കേറ്റ് റോൾ ആകുമ്പോഴത്തേക്കും തീപ്പൊരി ഡയലോഗ്സ് ഒക്കെ കോർട്ട് റൂമിൽ നമുക്ക് പ്രതീക്ഷിക്കാം. സിനിമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ നല്ല രീതിയിലുള്ള ഡയലോഗ് ഡെലിവറി ഒക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം പുള്ളി കലക്കും, കസറും, പൊടി പാറിക്കും എന്നുള്ള പ്രതീക്ഷ ഉണ്ട്, അത് ഉറപ്പാണ്. അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഈ ഒരു സിനിമ കാണാൻ ഇരിക്കുമ്പോഴത്തേക്കുമാണ് പ്രതീക്ഷിച്ച രീതിയിലുള്ള വിവാദമല്ല വന്നത്, വേറൊരു രീതിക്ക് ചുറ്റിക്കറങ്ങിയ ഒരു വിവാദം വന്ന് കയറിയിട്ടുണ്ട്. അത് സിനിമയുടെ പ്രദർശനാനുമതി വരെ നിഷേധിച്ചിരിക്കുകയാണ്. ജൂൺ 27-ാം തീയതി റിലീസാകാനായിട്ട് പോയ ഈ ഒരു സിനിമയുടെ പ്രദർശനാനുമതിയാണ് ഇപ്പം നിഷേധിച്ചിരിക്കുന്നത്. അതിനുള്ള കാരണമാണ് ഡയറക്ടർ ബി ഉണ്ണികൃഷ്ണൻ നേരത്തെ പറഞ്ഞത്. ഈ ഒരു സിനിമയുടെ ഡയറക്ടറായിട്ടുള്ള പ്രവീൺ നാരായണനാണ് ഈ ഒരു വിഷയത്തെക്കുറിച്ചിട്ട് ആദ്യമായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചത്. ഈ ഒരു വിഷയം ഇങ്ങനെയാണ് സംഭവം, ജൂൺ 27-ാം തീയതി പടം വരില്ല എന്നുള്ള കാര്യം ആദ്യം എല്ലാവരെയും അറിയിച്ചത് പ്രവീൺ നാരായണനാണ്. അപ്പം പടം വരാത്തതിൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാരണം എന്ന് പറയുന്നത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന ടൈറ്റിലെ ജാനകി, സിനിമയുടെ ടൈറ്റിൽ ക്യാരക്ടറിൻ്റെ പേര് ജാനകി എന്നായതാണ് പ്രശ്നം. അതായത് ഈ ഒരു അതിക്രമം നേരിടുന്ന പെൺകുട്ടിയുടെ പേര് ജാനകി എന്ന് പറയുന്ന സീതാദേവിയുടെ മറ്റൊരു പേരായിട്ടുള്ള ജാനകി എന്ന് ഉപയോഗിച്ചതാണ് പ്രശ്നമായിട്ട് മാറിയിരിക്കുന്നത്. എന്താല്ലേ, ജനകപുത്രിയായിട്ടുള്ള ജാനകി. നമ്മുടെ രാവണപ്രഭുവിലൊക്കെ ലാലേട്ടൻ അതിമനോഹരമായിട്ടാണ് ഈ ഒരു ഡയലോഗൊക്കെ വർണ്ണിച്ച് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ക്യാരക്ടറിൻ്റെ പേരും ജാനകി എന്നാണ്, ഹീറോയിൻ ക്യാരക്ടറിൻ്റെ പേര്. എൻ്റെ പൊന്നെ, രാവണപ്രഭുവൊക്കെ ഇന്നായിരുന്നു ഇറങ്ങിയിരുന്നെങ്കിൽ രാവണനും ജാനകി ഓർക്കാൻ കൂടി വയ്യ, അമ്മാതിരി പുകയിൽ ഇന്ന് ഇവന്മാരും ഉണ്ടാക്കിയാണ് ആ ഒരു രീതിയിൽ. എടാ, എങ്ങോട്ടേ പോകുന്ന ഒരു ക്യാരക്ടറിന് അങ്ങനെയൊക്കെ ആണെങ്കിൽ ഒരു ഹിന്ദു ക്യാരക്ടറിന് പേരിടാൻ പറ്റത്തില്ല. എൻ്റെ പേര് അഭിറാം എന്നാണ്. അതിനകത്ത് രാമനുണ്ട്, റാമുണ്ട്, എന്നെ ചിലരൊക്കെ രാമ എന്നാണ് വിളിക്കുന്നത് തന്നെ. ഇനി അതൊക്കെ ഒരു പ്രശ്നമായിട്ട് വരുമോ ഇനി ഭാവിയിൽ? ഞാൻ പെട്ടോ ശരിക്കും? ഇവിടെ അതൊക്കെ ഇനി മെയിൻ ആയിട്ട് എന്തെങ്കിലുമൊക്കെ പ്രശ്നമായിട്ട് വരുമോ? ഒരു ക്യാരക്ടറിന് ഒരു പേര് കൊടുക്കുന്നത് ഇത്രയും വലിയ പ്രശ്നമാക്കേണ്ട കാര്യമുണ്ടോ? ഒരു വിവാദമാക്കാനായിട്ടോ അല്ലെങ്കിൽ എന്തിനാണ് ഇത്തരത്തിലുള്ളൊരു സംഭവം ഇപ്പോൾ കൊണ്ടുവന്നതെന്ന് ഒരു ഐഡിയ ഇല്ലട്ടോ. ഒരു ക്യാരക്ടറിന് ജാനകി എന്ന് പറയുന്ന പേരിടുന്നത് അത്ര വലിയൊരു പ്രശ്നമായിട്ട് എനിക്ക് പേഴ്സണലി തോന്നുന്നില്ല എന്ന് മാത്രമല്ല, ഇത് ഭയങ്കര വിചിത്രമായിട്ടുള്ള കാര്യവും ശരിക്കും ചിരിയാണ് വരുന്നത്. സെൻസർ ബോർഡ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അത്ര ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സമൂഹത്തെ കാണിക്കാൻ പറ്റുന്ന കാര്യങ്ങൾക്കനുസരിച്ചിട്ട് ആ ഒരു സിനിമയെ
വിവിധമായിട്ടുള്ള കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തുകയും ഇനി കാണിക്കാൻ പറ്റാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് നമ്മുടെ കുട്ടികളൊക്കെ വഴിതെറ്റി പോകുന്ന രീതിയിലോ അല്ലെങ്കിൽ സമൂഹത്തെ ബാഡ് ആയിട്ടുള്ള രീതിയിൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമെന്ന് ഉറപ്പുള്ളതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കട്ട് ചെയ്ത് കളയുക, അല്ലെങ്കിൽ ആ ഒരു സിനിമയുടെ കാറ്റഗറി മാറ്റുക എന്നൊക്കെ ഉള്ള രീതിയിൽ ചെയ്യേണ്ട ആൾക്കാർ ഒരു പേരിൻ്റെ പുറകെ ഇങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടാക്കിയെടുക്കേണ്ട കാര്യം ഉണ്ടോയെന്ന് ശരിക്കും എങ്ങോട്ടാണ് പോകുന്നത്? ബി ഉണ്ണികൃഷ്ണൻ ഇതിനെ പറ്റിയിട്ട് പറഞ്ഞ കാര്യങ്ങൾ തീർന്നിട്ടില്ല, നമ്മൾ കണ്ടത് തീർന്നിട്ടില്ല, ബാക്കി കുറച്ചും കൂടെ ഉണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. ഞെട്ടിക്കുന്ന മറ്റൊരു സംഗതി, അതെനിക്ക് കുറച്ച് വൈകിയാണ് അറിയാൻ കഴിഞ്ഞത്. പത്മകുമാർ എന്ന നടൻ, അദ്ദേഹം സംവിധായകനും കൂടിയാണ്. അദ്ദേഹം എടുത്ത ഒരു ഇൻഡിപെൻഡൻറ്റ് സിനിമയ്ക്ക് ഇതേ വിധി ഉണ്ടായിട്ടുണ്ട്. അതിലും ജാനകിയാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ജാനകിയും എബ്രഹാമും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ സിനിമ പറയുന്നത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ അവിടെ ആവശ്യപ്പെട്ടതും ഇത് തന്നെയാണ്. ഒന്നുകിൽ എബ്രഹാമിനെ രാഘവനോ കൃഷ്ണനോ ആക്കുക, അല്ലെങ്കിൽ ജാനകിയുടെ പേര് മാറ്റുക. അതിനുശേഷം ചില പേരുകൾ അദ്ദേഹത്തോട് അവർ സജസ്റ്റ് ചെയ്തു എന്നാണ് പറയുന്നത്. ആ പേര് ഞാനിവിടെ പറയുന്നില്ല, കാരണം ഇത് വലിയ രീതിയിലുള്ള ഒരു സാമൂഹിക പ്രശ്നമോ മറ്റു തരത്തിലുള്ള സ്പർദ്ധയോ ഇടയാക്കരുത് എന്നുള്ളതുകൊണ്ട് അവർ സജസ്റ്റ് ചെയ്ത പേരുകളൊന്നും ഞാൻ നിങ്ങളോട് പറയുന്നില്ല. പക്ഷേ അദ്ദേഹം ജാനകിയെ ജയന്തി എന്ന് മാറ്റിയതിനു ശേഷമാണ് സർട്ടിഫിക്കേഷൻ നടന്നിരിക്കുന്നത്, മാറ്റി ഡബ് ചെയ്തു. അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന എൻഡോഴ്സ്മെൻറ്റ് സർട്ടിഫിക്കറ്റിൽ നമ്മൾ തമ്മിൽ സംസാരിച്ച ധാരണ പ്രകാരം നിങ്ങൾ പേര് മാറ്റിയിരിക്കുന്നു എന്നാണ്. അതും നോക്കൂ, നമ്മൾ തമ്മിൽ സംസാരിച്ചത് എന്നാണ് പറയുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് കേന്ദ്ര സർട്ടിഫിക്കേഷൻ കമ്മിറ്റിയിലെ അംഗമായിട്ടുള്ള ഒരു ഫിലിം മേക്കറുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമയിൽ, ഒരു ബംഗാളി സിനിമയിൽ ഇതേപോലെ ഇത് ആദ്യമായിട്ട് നടന്ന സംഭവമല്ല. ഇതിനു മുമ്പും ഇതേ പേര് മാറ്റി മറ്റൊരു പേര് ഒരു സിനിമയിൽ സ്ഥാപിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. എന്തുവാടേ അത്? എനിക്കറിയില്ല. അങ്ങനെയാണെങ്കിൽ ഒരു ഹിന്ദു കമ്മ്യൂണിറ്റി എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഭൂരിഭാഗം വരുന്ന പേരുകളും ഏതെങ്കിലുമൊക്കെ ഒരു ദൈവത്തിൻ്റെ ആയിരിക്കും. 33 ദൈവങ്ങളുണ്ട്. ആ ദൈവങ്ങൾക്കൊക്കെ പല രീതിയിലുള്ള പര്യായപദങ്ങളോ എന്താ പറയുക, അത്തരത്തിൽ പല രീതിയിലുള്ള പേരുകളും ഉണ്ട്. ഇതൊക്കെ നോക്കുമ്പോഴത്തേക്കും ആ ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ ഭൂരിഭാഗവും ഏതെങ്കിലുമൊക്കെ ഒരു ദൈവത്തിൻ്റെ പേര്, ഇപ്പം ഞാൻ എൻ്റെ പേര് പറഞ്ഞു, നമുക്ക് അഭിറാം, അതിനകത്ത് രാമനുണ്ട്, അതേ കണക്ക് അല്ലെങ്കിൽ രാഘവൻ അല്ലെങ്കിൽ കൃഷ്ണൻ, എല്ലായിടത്തും നോക്കിക്കഴിഞ്ഞാലും ഒരു ഹിന്ദു ദൈവത്തിൻ്റെ, ശിവൻ, അങ്ങനെ എന്ത് നോക്കിയെടുത്താലും ഒരു ഹിന്ദു ദൈവത്തിൻ്റെ പേര് അല്ലെങ്കിൽ ആ ഒരു ദൈവത്തിൻ്റെ തന്നെ മറ്റൊരു പേര് എന്നുള്ള രീതിയിലൊക്കെ വരും. ഇങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കും പേരിടാൻ പറ്റത്തില്ല, ഒരു സിനിമയ്ക്ക് കഥ എഴുതാൻ പറ്റത്തില്ല, ഒരു സിനിമയുടെ ക്യാരക്ടറിന് അല്ലെങ്കിൽ കഥയിലെ ക്യാരക്ടറിന് പേരിടാൻ പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് മാറും. എന്തിനാണ് ഇത്രയും വലിയ വിഷയമൊക്കെ ഇതിനാക്കുന്നത്? ഇനിയിപ്പോൾ മിക്കവാറും ഈ പറഞ്ഞ പോലെ വല്ല റൂളും വരുമോ എന്തോ. അങ്ങനെയാണെങ്കിൽ ഈ ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്കൊക്കെ മിസ്റ്റർ എക്സ്, മിസ്റ്റർ വൈ, മിസ്റ്റർ ഇസഡ് എന്നൊക്കെ പേരിടേണ്ടതായിട്ട് വന്നേക്കാം. കാരണം ദൈവങ്ങളുടെ പേരല്ല, അത് ചുരുക്കം ചിലതൊക്കെ ഉള്ളടേ. എങ്ങനെയെങ്കിലുമൊക്കെ കറങ്ങി തിരിഞ്ഞ് ഈ ഒരു പേരുകളുടെയൊക്കെ മറ്റൊരു പേരുകളൊക്കെ ആയിട്ട് മാറും. ഓക്കെ, ഇങ്ങനെ ഒന്നും ചിന്തിച്ച് പോകാതിരിക്കുക, അതൊരു നെയിമായിട്ടിരിക്കുക. ഇപ്പം ജാനകി എന്ന് പറയുന്ന പേരിൽ തന്നെ എത്ര പേര് നമ്മുടെ കേരളത്തിൽ തന്നെ കാണും. ജാനു, ജാനകി, ജാനകി അമ്മ, ജാനകി അമ്മാൾ, അത്തരത്തിൽ ഒരുപാട് പേരുകൾ കാണും. അവർക്കൊക്കെ ഇനിയിപ്പോൾ ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകളോ അക്രമങ്ങളോ അങ്ങനെയൊക്കെ നേരിട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ ആർക്കറിയാം. അത് വെറും ഒരു ക്യാരക്ടറായിട്ട് കാണുക. അതിന് പകരം എന്തിനാണ് അതിനെ ഇങ്ങനെ പുരാണങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് ബന്ധിപ്പിക്കാനായിട്ട് പോകുന്നതെന്ന് ഒരു പിടിയും ഇല്ല. എങ്ങോട്ടാണ് ഇത് പോണേ? ഇങ്ങനെയാണെങ്കിൽ പഴയ കാലത്തെങ്ങാനാണെങ്കിൽ നരസിംഹം, രാവണപ്രഭു ഇതേപോലെയുള്ള സിനിമകളൊന്നും ഇറക്കാൻ തന്നെ പറ്റത്തില്ലല്ലോ. ഒരു കലാസൃഷ്ടി ആകുമ്പോഴത്തേക്കും ആ ഒരു കലാകാരൻ്റേതായിട്ടുള്ള അല്ലെങ്കിൽ തിരക്കഥാകൃത്തിൻ്റെ ആ ഒരു ഭാവനയ്ക്ക് അനുസരിച്ചിട്ടുള്ള രീതിയിലാണ് ആ കഥ രൂപപ്പെടുത്തുന്നത്. അപ്പോൾ ആ ഒരു രീതിക്ക് അതിൻ്റെ ഒരു സ്വാതന്ത്ര്യമായിട്ട് അതിനെ അങ്ങ് വിടുക എന്നുള്ളതിൽ കൂടുതൽ അത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആസ്വദിക്കുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞ് തള്ളിക്കളയുക. അതിനപ്പുറത്തേക്ക് ഒരു വിവാദം ഇത്തരത്തിൽ ഉണ്ടാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ എന്നുള്ളൊരു കാര്യം ഒന്ന് ചിന്തിക്കേണ്ടതല്ല. അങ്ങനെ വിവാദം ഉണ്ടാക്കേണ്ട കാര്യമേ ഇല്ല. നമ്മുടെ രണ്ടാം ഊഴം എന്ന ആ ഒരു കൃതി എഴുതി, അത് മഹാഭാരതത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഭാവനയും കൂടെ ഒക്കെ ചേർത്ത് അത് ഭീമസേനന്റെ കാഴ്ചപ്പാടിൽ മഹാഭാരതം വന്നാൽ എങ്ങനെ ഉണ്ടാകും എന്നുള്ള രീതിയിലാണ് അത് വന്നിരിക്കുന്നത്. അത് ഇന്നത്തെ കാലത്തെങ്ങാനും എഴുതിയിരുന്നെങ്കിൽ എൻ്റെ പൊന്നെ എന്ത് പുകിലുണ്ടായേനെ. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് രാവണപ്രഭു എന്ന് പറയുന്ന സിനിമയുടെ ആ ഒരു തീം തന്നെ വലിയൊരു കോലാഹലം ഉണ്ടാക്കിയതിനെ. മൊത്തത്തിൽ എങ്ങോട്ടാടെ പോകുന്നത്? നമ്മൾ എല്ലാവരും മുന്നിലേക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ മുൻപ് അടിപൊളിയായിരുന്നു, ഇപ്പം പുറകിലോട്ട് പോകണം. നമ്മുടെ കുറേ ഐഡിയോളജിയൊക്കെ കുറേ പേരുടെയൊക്കെ മാറ്റേണ്ട സമയം അതിക്രമിച്ചു എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും ഞാൻ ഭയങ്കര ഒരു എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഈ ഒരു സിനിമയെ നോക്കിക്കാണുന്നത്. അതായത് സുരേഷ് ഗോപി എന്ന സൂപ്പർ സ്റ്റാറിൻ്റെ ഒരു തീപ്പൊരി ഡയലോഗ്സ് ഒക്കെ കൊണ്ടുള്ള ഒരു പടം, അല്ലെങ്കിൽ ഒരു കോഡ് റൂം ഡ്രാമയാണ് സംഭവം എന്ന് എന്തായാലും നമുക്ക് ടീസറിൽ നിന്നൊക്കെ വ്യക്തമാണ്. ഓക്കെ, അതിനും കൂടുതൽ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ഉള്ള കാര്യം നമുക്ക് ഈ ഒരു സിനിമ റിലീസാകുമ്പോൾ അറിയാം. എന്തായാലും പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് സിനിമ റിലീസാവട്ടെ. അത് കാണാനായിട്ട് കട്ട വെയിറ്റിംഗ്. നിങ്ങൾക്ക് ഇതിൽ കൂടെ എന്തെങ്കിലുമൊക്കെ പറയാനായിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ അഭിപ്രായം പറയാനായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ കടന്നിരിക്കും.